ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു അവധി ദിവസമാണ്. എനിക്ക് ന്യൂട്ടൺ എല്ലാ ദിവസവും അവധിയാണ്. ബാക്കിയുള്ളവർക്ക് ഇന്നാണ് ഒരു അവധി കിട്ടിയത്. അപ്പോൾ ഇതിനു മുന്നേ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും ഒരു അവധി കിട്ടുമ്പോൾ എല്ലാവർക്കും കൂടി ഒരു ട്രിപ്പ് പോകാമെന്ന് പ്ലാൻ ചെയ്തിരുന്നു. അതും വൺ ഡേ ട്രിപ്പ്. അപ്പോൾ ഞാനും ന്യൂക്കൂട്ടനുമാണ് ഇതിൻ്റെ ഓർഗനൈസർ. ഞങ്ങളാണ് യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കി സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിക്കണേ. അങ്ങനെ കുറേ സ്ഥലങ്ങൾ വൺ ഡേ ട്രിപ്പ് പോയി വരാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങൾ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല ചൂട് കൂടുതലല്ല, അപ്പോൾ വെള്ളമുള്ള ഏരിയയിലേക്ക് പോകാനായിരുന്നു ഞങ്ങൾക്ക് താല്പര്യം കൂടുതലും, വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനൊരു കോതമംഗലം ഭാഗത്താണ് എല്ലാ സ്ഥലങ്ങളും ഞങ്ങൾ കണ്ടുപിടിച്ചത്. എങ്കിലും കാറിൽ കയറിയപ്പോഴും അവിടെ തന്നെ ഏത് സ്ഥലത്തേക്ക് പോകണം എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു. എങ്ങോട്ട് പോകും, എല്ലാവരും എന്നോട് ചോദിക്കണം എങ്ങടെ പോകണ്ടേ. ഞാൻ പറഞ്ഞു എനിക്കൊരു ഐഡിയ ഇല്ല, ഇതിലേതെങ്കിലും ഒരു സ്ഥലം നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഇടുന്നു പറഞ്ഞു. അവസാനം കോതമംഗലം തന്നെ ഇട്ടു. എന്നാലും ഒരു ഫൈനലായിട്ടൊരു സ്ഥലം ഞങ്ങൾക്ക് ഉണ്ടായില്ല എങ്ങടാ പോകണ്ടേന്ന്. എങ്കിലും രാവിലെ തന്നെ എല്ലാവരും കുളിച്ച് കുട്ടപ്പനാക്കി ആയി, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിന്നെ ഫുഡൊക്കെ പാക്ക് ചെയ്ത്, അതായത് സ്നാക്സൊക്കെ പാക്ക് ചെയ്ത് വെള്ളമൊക്കെ എടുത്ത് ഞങ്ങൾ അങ്ങോട്ട് യാത്ര തിരിച്ചു. അപ്പോൾ അവസാനം ഞങ്ങളൊരു കൺക്ലൂഷനിലെത്തി, വണ്ടിയിൽ വെച്ച് നമുക്ക് ഇഞ്ചത്തൊട്ടിയിൽ പോകാമെന്ന്. ഡെയിലി ഡോറാബുജി കാണുന്ന ഋതുവിൻ്റെ അടുത്ത് ഡോറാബുജിയിലെ പോലെ സംസാരിച്ച ഞാൻ ശരിക്കും ശശിയെ, അവൻ മര്യാദയ്ക്കൊന്നും പറഞ്ഞില്ല. ഞാൻ വിചാരിച്ചു അതുപോലെ അവനും പറയുമായിരിക്കും. അവസാനം ഞാൻ ചമ്മിപ്പോയി. ഗൂഗിൾ മാപ്പിൽ ഇഞ്ചത്തൊട്ടിന്ന് മാത്രം സെർച്ച് ചെയ്തുകൊണ്ടായിരിക്കണം. ഗൂഗിൾ മാപ്പ് ചെറുതായിട്ട് ഞങ്ങളെ ഒന്ന് പറ്റിച്ചു. ഞങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് വഴി തെറ്റി. ഭാഗ്യത്തിന് അധികം ദൂരമൊന്നും പോയില്ല. പിന്നെ ഒരു പോലീസ് ഓഫീസറിനെ കണ്ടു. സാറ് കറക്റ്റായിട്ടുള്ള വഴി പറഞ്ഞു തന്നു. അങ്ങനെ ഞങ്ങൾ ആ വഴിയിലേക്ക് കടന്നു. വഴിയിലേക്ക് നമ്മൾ ചെറിയൊരു ഗ്രാമപ്രദേശത്തേക്ക് പോകുന്നൊരു ഫീലായിരുന്നു ഉണ്ടായത്. ഞങ്ങളുടെ മനസ്സിൽ കുറേ ടൂറിസ്റ്റുകളുള്ള സ്ഥലമായിരുന്നു. പക്ഷേ ഇതങ്ങനെയൊന്നും അല്ല എന്ന് മനസ്സിലായി. ഒരു ഉൾപ്രദേശമാണ്. അവസാനം ഇതുപോലെ അമ്പലത്തിൽ, കാരണം അമ്പലത്തിൻ്റെ ആർച്ചാണ് കണ്ടത്. അപ്പോൾ അല്ല അമ്പലത്തിലേക്കുള്ള വഴിയായിരിക്കും എന്ന് വിചാരിച്ചു. കാരണം പുഴയിൽ വന്ന് അവസാനിക്കും എന്നുള്ള രീതിയിലൊക്കെ ഞങ്ങൾ മനസ്സിൽ ഇങ്ങനെ കണക്ക് കൂട്ടി ഞങ്ങൾ അങ്ങനെ യാത്ര തിരിച്ചു. ഏകദേശം 10:15 സ്റ്റാർട്ട് ചെയ്ത യാത്ര 12 മണിയോടെ ഇഞ്ചത്തോട്ടിയിലെത്തി. ഇനി നമ്മുടെ സ്ഥലത്തേക്ക് എത്താനായിട്ട് കുറച്ചും കൂടി ദൂരം യാത്രയാണ്. ആ പോകുന്ന വഴി അടിപൊളിയായിട്ട് ഭയങ്കര വൈബ്, നല്ല രസമുള്ള വഴി. രണ്ട് സൈഡിലും നല്ല വലിയ മരങ്ങളും പാറകളും, നല്ല ഭംഗിയുള്ള സ്ഥലം. കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. എങ്കിലും ഭയങ്കര രസം. ആ സ്ഥലം കാണുമ്പോൾ തന്നെ ഒരു കൊതിയും ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജി. ആരെയും വഴിയിലൊക്കെ കാണാണ്ടായപ്പോൾ അമ്മയ്ക്ക് ശരിക്കും ടെൻഷനായി. നമ്മളിത് വരുന്നത് തെറ്റിപ്പോയോ, ആരെങ്കിലോട് ചോദിക്കാൻ നമ്മൾ 100 വട്ടം പറഞ്ഞതാണ്. അപ്പോൾ അമ്മ പറഞ്ഞു ഇത് നമ്മൾ തെറ്റിപ്പോയി എന്നൊക്കെ അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഏട്ടനും അച്ഛനും പറഞ്ഞു എന്തായാലും ഇവിടെ വരെ വന്നില്ല, എന്താ അറ്റത്തുനിന്ന് കണ്ടിട്ട് പോവാം എന്നായിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ എനിക്കും ഉള്ളിലൊരു ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരുന്നു, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എത്തിച്ചേരും, എല്ലാവരും പോയ വഴിക്ക് തന്നെ പോകരുതല്ലോ, നമ്മളൊന്നും മാറ്റി പിടിക്കണ്ടേ എന്നുള്ള രീതിയായിരുന്നു എനിക്കും. പക്ഷെ ഒന്നും പറയാനില്ല, അടിപൊളി വഴി. സ്ഥലവും റോഡായാലും നല്ല അടിപൊളി റോഡ്. രണ്ട് സൈഡാണെങ്കിലും മരങ്ങളൊക്കെ നിന്നിട്ട് നല്ല ഭംഗി. സത്യം പറഞ്ഞാൽ റീൽസ് എടുക്കാൻ തോന്നിയായിരുന്നു. പിന്നെ വല്ല ആനയൊക്കെ വന്നു കഴിഞ്ഞാൽ പിള്ളേരെയൊക്കെ പിടിച്ചുകൊണ്ട് ഓർഡറിൻ്റെ എഴുതിയിട്ടാണ് എടുക്കാഞ്ഞത്. പിന്നെ വഴി എനിക്കിഷ്ടമായി. പിന്നെ പോകുന്ന വഴിക്ക് ഒരു കാർ കണ്ടു. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം, ആരെങ്കിലുമൊക്കെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടൊരു ബൈക്ക് കണ്ടു. അപ്പോൾ അമ്മയ്ക്ക് അതും സന്തോഷമായി. ഏതോ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണെന്ന് അമ്മയ്ക്ക് അപ്പോഴാണ് വിശ്വാസമായത്. അങ്ങനെ ഫൈനലി നമ്മൾ സ്പോട്ടിലെത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു സമാധാനമായി, കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വന്നത് തെറ്റായി പോയില്ല എന്ന് മനസ്സിലായി. പിന്നെ ഒരു കടയുണ്ട്. പിന്നെ ഞങ്ങൾ വണ്ടിയിലിരുന്ന് പ്ലാൻ ചെയ്തു, ഇനി ആരെങ്കിലും നമ്മളോട് ചോദിക്കുകഴിഞ്ഞാൽ നമ്മളിവിടെ അടുത്ത വീട്ടിൽ വന്നതാണ്, ഇത് അപ്പോൾ ഇങ്ങനെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അല്ലാണ്ട് ഇവിടെ വരെ വന്ന് അത്രയും ദൂരത്തുനിന്ന് ഇവിടെ വന്നതാണെന്ന് പറഞ്ഞാൽ ആൾക്കാർ കളിയാക്കിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞത്. പക്ഷേ അതിനുള്ള സാഹചര്യമൊന്നും ഉണ്ടായില്ല, കാരണം അടിപൊളി സ്ഥലമായിരുന്നു. ഈ ഹാങ്ങിങ് ബ്രിഡ്ജിലൂടെ നടക്കാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അമ്മയും കുഞ്ഞിനെ അവിടെ താഴെ ഇരുത്തിയുള്ളൂ, കാരണം നല്ല വെയിൽ, മുട്ടൻ വെയിലായിരുന്നു. അതുകൊണ്ട് അവർ താഴെ ഇരുന്നു കടയുടെ ഫ്രണ്ടിൽ. ഞങ്ങളപ്പോൾ ജസ്റ്റ് നടന്ന് അവിടം വരെ പോയി എന്താണെന്ന് അറിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ യാത്ര തിരിച്ചു. സംഗതി നല്ലോണം കുലുങ്ങുന്നുണ്ട്, ഹാങ്ങിങ് ബ്രിഡ്ജ് നല്ലോണം ആടുന്നുണ്ട്. ചെറിയ രീതിയിൽ പേടി വരും, എങ്ങാനും മറിഞ്ഞു വീണാലോ. നല്ല ദൂരമുണ്ട്, അതുകൊണ്ടൊരു പേടി ഉണ്ടായി. നീണ്ടു നിവർന്ന് കിടക്കുന്ന പെരിയാറിന് കുറുകെ ആ രണ്ട് പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്നതാണ് ഈ ഹാങ്ങിങ് ബ്രിഡ്ജ്. ഈ മഞ്ഞ പെയിൻ്റൊക്കെ അടിച്ച് നല്ല അടിപൊളി വൈബുള്ളൊരു ബ്രിഡ്ജാണ്. നല്ല രസമാണ്. ഇവിടെ നിന്ന് ആ പ്രദേശം മുഴുവൻ കാണാൻ നല്ല ഭംഗിയാണ്. ശരിക്കും ഇതാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ഹാങ്ങിങ് ബ്രിഡ്ജ്. 1.2 മീറ്റർ വീതിയും 183 മീറ്റർ നീളവും ഈ ഹാങ്ങിങ് ബ്രിഡ്ജിനുണ്ട്.
ശരിക്കും ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ഒരു പ്രദേശമാണ് ഈ ഇഞ്ചത്തൊട്ടി എന്ന് പറയുന്നത്. അത് നേര്യമംഗലത്തിനും കോതമംഗലത്തിനും ഒക്കെ അടുത്തായിട്ട്. ശരിക്കും ഇത് നല്ലപോലെ ഷേക്ക് ആവുന്നുണ്ട്. നമുക്കത് ശരിക്കും ഫീൽ ചെയ്യുന്നത് നടുക്ക് ചെല്ലുമ്പോൾ അത്ര ഫീൽ ഇല്ല, രണ്ടറ്റത്തും ഏകദേശം നടുക്ക് എത്താറാവുമ്പോഴാണ് ആ കുലുക്കം നമുക്ക് ഫീൽ ചെയ്യണത്. പിന്നെ ഇതിൽ കൂടെ വണ്ടി കൊണ്ടുപോകണം. കണ്ടു എങ്ങനെയാണ് അവർ വണ്ടി കൊണ്ടുപോകുന്ന ഒരു ഐഡിയ ഇല്ല, കാരണം സ്റ്റെപ്പാണ് സ്റ്റാർട്ടിങ്ങിൽ. നല്ല വെയിലുണ്ട്, പക്ഷെ നല്ല കാറ്റും ഉണ്ട്. അപ്പോൾ നല്ലൊരു ആശ്വാസം നമുക്ക് ഫീൽ ചെയ്യും ആ വെയിലത്തും. ഇപ്പോൾ കുഞ്ഞിനെ ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം. ഞാൻ അറ്റം വരെ പോയിട്ട് തിരിച്ച് വന്നതാണ് ഇവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. കാരണം അപ്പുറത്ത് കയാക്കിങ് ഞങ്ങൾ കണ്ടു. അപ്പോൾ അത് ഇവർ മിസ്സായി പോവില്ല. അപ്പോൾ ഞാൻ വേഗം അവരെ അവിടെ നിന്ന് കൊണ്ടുവന്നു. അമ്മോട് പറഞ്ഞു ഞാൻ പിടിച്ചോളാം, കാരണം നല്ല കുലുക്കൊണ്ട് അമ്മയ്ക്ക് പേടിയാവും കുഞ്ഞിനെയും കൊണ്ട്. നമുക്ക് പോകുന്നത് ഇത്തിരി റിസ്ക്കാണ്. ഞങ്ങളുടെ അടുത്ത് കുറച്ചൊരു പറഞ്ഞു കുഞ്ഞിനെയും കൊണ്ട് പോകണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും അമ്മയും കൂടി കാണിക്കണ്ട, അല്ലെങ്കിൽ കുഞ്ഞിനെ അവിടെ ആക്കിയിട്ട് പോകണം എങ്ങനെയാണ്, അമ്മയ്ക്കും കൂടി കയറണ്ടേ. അപ്പം ഞങ്ങൾ കുഞ്ഞിനെയും കൊണ്ട് പോന്നു. കുറച്ചൊരു മീനൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു ചൂണ്ടയിട്ട്. പിന്നെ ഈ ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ രണ്ട് സൈഡിൽ, അതായത് അപ്പുറത്തും ഇപ്പുറത്തും ചെറിയ കടകളുണ്ട്. ആ വെയിലത്ത് നടന്നിങ്ങനെ വരുമ്പോൾ ആ ഒരു ഐസ് വെള്ളം അല്ലെങ്കിൽ തണുത്ത വെള്ളം അല്ലെങ്കിൽ ഒരു ഐസ്ക്രീമൊക്കെ കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, അപ്പം അത് ഞങ്ങൾ ആസ്വദിച്ചു. പിന്നെ 2 സ്ഥലത്ത് കയാക്കിങ് ഉണ്ടായിരുന്നു, പക്ഷേ അതിലൊരു സ്ഥലത്ത് അന്ന് അവധി എന്തോ ആയിരുന്നു. അപ്പം ഞങ്ങൾ കുറച്ചും കൂടി നീങ്ങിയിട്ടുള്ള ആ കയാക്കിങ് സ്ഥലത്തൊക്കെയാണ് വന്നത്. ഞങ്ങൾ പെഡൽ ബോട്ടാണ് എടുത്തത്. ഞങ്ങൾ ഇത്രയും പേരുണ്ട്, പിന്നെ കുഞ്ഞുങ്ങളുള്ളതല്ലേ, അതുകൊണ്ട് പെഡൽ ബോട്ട് എടുത്തു. ഒരാൾക്ക് 100 രൂപ വെച്ചിട്ടാണ് പെഡൽ ബോട്ടിന് ചാർജ്. സേഫ്റ്റി മെഷേഴ്സൊക്കെ ഇട്ട് ഞങ്ങൾ ചാടിക്കേറിയിരുന്നു. കള്ളത്തോട് പോവാം, ഒരു സൈഡ് പിടിച്ച് പോയല്ലേ. അച്ഛൻ മാറി കണ്ടു കേട്ടോ. എനിക്ക് വേണ്ടിട്ടാണ് സൈക്കിളോട്ട് കാണുമ്പോൾ വണ്ണം കുറയില്ലേ? ഡെയിലി ഇടാന്നോ നിങ്ങള്? എനിക്ക് വണ്ണില്ലാത്ത ആളാട്ടോ ഞാൻ. വിചാരിക്കണല്ലോ അമ്മൂനൊന്നും ചൂടാൻ പറ്റില്ല. പയ്യെ പോയാലേ, പയ്യെ ചൂട്ടിയാലേ. അതന്നെ നിങ്ങൾ ചോദിച്ചു പോവാം. ശരി, ആവേശം വേണ്ടതില്ലേ, ബുദ്ധി മാത്രം മതി. നമ്മളിത് തീർക്കാൻ വേണ്ടി ചവിട്ടണുണ്ടോ? അവിടെ പോയാലുണ്ടോ നോക്കിയാലോ. മുഴുവൻ കവർ ചെയ്യണം നേരിച്ചിട്ടാ. ആവേശം കൂടിട്ട് എനിക്ക് വീഡിയോ എടുക്കണ്ട്. നമ്മള് ബോട്ടിൽ പോണത് വേറെ ആളെ കൊണ്ട് വീഡിയോ എടുത്താലായിരിക്കും. കപ്പ കൃഷിയാണ് ചെയ്യുന്നത്. അവിടേക്ക് പോണോ നമുക്ക്? ആ സൈഡ് അതെ, അതാണ്. ആ മല ഏതൊക്കെ ഇട്ടോ. അതിനുശേഷം ഞങ്ങൾ ഇതിൽ കയറി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ, പിന്നെ ഒന്ന് തുഴയാന്ന് പറഞ്ഞു. പിന്നെ അവർ കാശൊന്നും മേടിച്ചില്ല, ഞങ്ങൾ കുറച്ചേരം തുഴഞ്ഞു. അതിനുശേഷം വെള്ളത്തിൽ കളിക്കാൻ വേണ്ടി വെള്ളത്തിൽ കളിക്കുന്നതിനിടയിൽ എൻ്റെ കൊച്ചൊന്നും മുങ്ങിപ്പോയി. ഭാഗ്യത്തിന് ലൈഫ് ജാക്കറ്റ് ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ മുങ്ങാങ്കുഴി എടുത്തെടുക്കേണ്ട വന്നേനെ. നിങ്ങൾക്ക് ഞങ്ങളുടെ ഫോട്ടോസ് കണ്ടണ്ടേ? നോക്കിക്കോ. അതിനുശേഷം ഞങ്ങൾ അവിടെ കണ്ടൊരു ഓട്ടോയിൽ ചാടി കയറി, ഞങ്ങൾ പെണ്ണുങ്ങളെല്ലാവരും. കാരണം ഇനി ഇത്രയും ദൂരം നടക്കാൻ പറ്റില്ല, അധികം ദൂരമൊന്നുമില്ല, എന്നാലും ഈ വെയിലത്ത് നടക്കാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ ഓട്ടോയിൽ കയറി ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ അടുത്തെത്തി. പിന്നെ അവിടെ നിന്ന് ഐസ്ക്രീമൊക്കെ മേടിച്ച് അവരെ വെയിറ്റ് ചെയ്ത് നിന്നു. അവർ നടന്നു വരുന്നവരെ ഞങ്ങൾ ഐസ്ക്രീം നുണഞ്ഞുകൊണ്ടിരുന്നു. അതിനുശേഷം അവരും വന്ന് അവർ സംഭാരമൊക്കെ ഓർഡർ ചെയ്തു. ഏട്ടനും അച്ഛനും ശരിക്കും വേർത്ത് കുളിച്ച്, കാരണം ആ പെടലും ചവിട്ടി ഈ വെയിലത്ത് രണ്ടുപേരും നല്ലോണം ക്ഷീണിച്ച അവശതേ.
അങ്ങനെ ഞങ്ങൾ ഇഞ്ചത്തോട്ടുകൂടി ടാറ്റ ബൈ ബൈ പറഞ്ഞ് അടുത്ത ഡെസ്റ്റിനേഷനിലേക്കുള്ള യാത്ര ആരംഭിച്ചു. അടുത്ത സ്ഥലം ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല, പോകുന്നിടം വരെ എന്നുള്ള രീതിയിൽ തന്നെയാണ് യാത്ര തുടങ്ങിയത്. ഇഞ്ചത്തോട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആൾക്കാർ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് പറ്റിയ അമ്മിളി ഞങ്ങൾക്ക് മനസ്സിലായത്. ഞങ്ങൾ ഒരുപാട് ദൂരം ട്രാവൽ ചെയ്താണ് അവിടെ എത്തിയത്. ശരിക്കും ആ കയാക്കിംഗ് നടന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുകയായിരുന്നു ഞങ്ങൾക്ക് എളുപ്പമായിരുന്നത്. ഒരുപാട് ദൂരം ട്രാവലും ചെയ്യേണ്ട വരില്ലായിരുന്നു. ഇത് അങ്ങ് ഓപ്പോസിറ്റ് ഞങ്ങൾ എത്തി ഒരുപാട് ദൂരം ട്രാവൽ ചെയ്തു. പക്ഷേ ഇതിലൊരു ബെനിഫിറ്റ് ഉണ്ട്, അത്രയും അടിപൊളിയായിട്ടുള്ളൊരു വഴി ഓപ്പോസിറ്റ് ചിലപ്പോൾ ചെന്നാൽ കിട്ടില്ലായിരിക്കും. കാരണം നല്ല അടിപൊളി വഴിയായിരുന്നു. ഫുഡ് കഴിക്കാൻ കയറിയത് റാസ റെസ്റ്റോറൻറ്റിലാണ്, ഒരു നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആയിരുന്നു. അന്ന് അവധി ദിവസമായ കാരണം പല കടകളും അന്ന് തുറന്നിട്ടുണ്ടായില്ല. അപ്പോൾ അവസാനം കണ്ടതാണ് ഈ റെസ്റ്റോറൻറ്റ്. പക്ഷെ ഒന്നും പറയാനില്ല, അടിപൊളി ഫുഡായിരുന്നു. ഒരു സദ്യാപ്രേമി ആയതുകൊണ്ട് തന്നെ ഞാൻ സദ്യയാണ് പ്രിഫർ ചെയ്തത്. ചേട്ടൻ ഒരു നോർത്ത് ഇന്ത്യൻ താലിയും അച്ചു ഒരു കേർഡ് റൈസും അച്ഛനും അമ്മയും ചപ്പാത്തിയും കറിയും. എല്ലാ ഫുഡും അടിപൊളിയായിരുന്നു. പായസം തന്നെ പാലടയും പരിപ്പും പിന്നെ അരിപ്പായസം ഉണ്ടായിരുന്നു. എല്ലാ ഫുഡും സൂപ്പറായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായി. എന്നും ചപ്രച്ചിപ്രയായിട്ടിരിക്കണ അമ്മ എൻ്റെ എന്ന് മേക്കപ്പൊക്കെ ഇട്ടിരിക്കണേ എന്നായിരിക്കും എൻ്റെ നീക്കുട്ടൻ ആലോചിക്കണേ. അവൻ എന്നെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു കൂടുതൽ നേരം. ഇനി ഒരുപാട് ദൂരം ട്രാവൽ ചെയ്യാൻ പറ്റില്ല, പിന്നെ ഒരുപാട് ലേറ്റ് ആവണതിന് മുമ്പ് നമുക്ക് വീട്ടിൽ തിരിച്ചെത്തണം. അപ്പോൾ നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ അടുത്ത സ്ഥലം കണ്ടത് തട്ടേക്കാടാണ്. അപ്പോൾ അടുത്ത് കിടക്കുന്നത് തട്ടേക്കാട് കൊണ്ട് നമ്മൾ ഗൂഗിൾ മാപ്പിൽ തട്ടേക്കാട് എടുത്ത് അങ്ങടേക്ക് യാത്ര തിരിച്ചു. പോകുന്നതിനിടയിൽ നമുക്ക് കുറച്ച് വയ്യാണ്ടായി, വൊമിറ്റ് ചെയ്യാനൊക്കെ വന്നു. അപ്പോൾ നമ്മൾ കുറച്ച് സൈഡാക്കി കുറച്ച് നേരം ഫ്രഷ് എയറൊക്കെ കൊണ്ട് റിലാക്സ് ചെയ്തിട്ട് യാത്ര ചെയ്യാൻ തിരിച്ചു. തട്ടേക്കാട് അങ്ങനെ അവസാനം എത്തി. തട്ടേക്കാട് എത്തിക്കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് തോന്നി തട്ടേക്കാട് ഇറങ്ങണ്ട, നമുക്ക് പകരം പൂയംകുട്ടിയിൽ പോവാന്ന്. അപ്പോൾ വേഗം വണ്ടിയെടുത്ത് പൂയംകുട്ടിയിലേക്ക്. പൂയംകുട്ടി അവിടെ നിന്ന് അധികം ദൂരം ഉണ്ടായില്ല. പൂയംകുട്ടി ഏതാണെന്ന് മനസ്സിലായില്ലേ, നമ്മുടെ പുലിമുരുകൻ ഷൂട്ട് ചെയ്ത സ്ഥലം, ആ പാലമൊക്കെ ഓർമ്മയില്ലേ, അവിടേക്ക്. ആ പാലത്തിൻ്റെ പേരെന്തായിരുന്നു? മണികണ്ഠൻചാൽ. അപ്പോൾ ആ പാലത്തിലേക്കാണ് നമ്മൾ പോയത്. വെള്ളം ഒട്ടുമില്ല കേട്ടോ, ശരിക്കും സങ്കടം തോന്നി. കാരണം നല്ല ചൂടല്ലേ, ഇപ്പോൾ ഒക്കെ വറ്റി വരണ്ട് ആ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ചേട്ടന് ഒരു ഐഡിയയും കിട്ടിയില്ല ഈ പാലം സിനിമയിൽ എവിടെയാണ് എനിക്ക് മനസ്സിലായില്ലേ. നമ്മുടെ ആൻ്റണി പെരുമ്പാവൂരും ബാലയും അതുപോലെ നോബി ചേട്ടനും വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്നത് ആ ഫസ്റ്റ് സീൻ തന്നെ ആ പാലമാണിത്. അവിടെ എത്തി വണ്ടിയൊക്കെ സൈഡാക്കി ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ വേറൊരു ഫാമിലിയും കൂടി വന്നിട്ടുണ്ട്. അവിടെ അടുത്തുള്ളവർ, അവരിടയ്ക്ക് കുളിക്കാൻ വരുന്നതാണ് അവിടെ. അപ്പോൾ അവരൊരു കാട് വഴി കൂടിയാണ് പോണ കണ്ടേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി അവിടെ നല്ല സ്പോട്ടായിരിക്കും, ഡെയിലി വരുന്നവരായതുകൊണ്ട് അറിയാമല്ലോ. അപ്പോൾ ആ വഴിക്ക് ഞങ്ങളും അവരുടെ പുറകെ പോയി. കുറച്ച് ദൂരം എത്തിക്കഴിഞ്ഞപ്പോൾ അവരിങ്ങോട്ട് ഓടണു. അപ്പോൾ ഞങ്ങൾ ഇവരെന്തി ഓടണേന്ന് വിചാരിച്ച് അപ്പോൾ ചോദിച്ചപ്പോൾ ഒരു ആന വരുന്നുണ്ട്, അവിടെ നിന്ന് ഒച്ച കേട്ടു. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നതെന്ന് പറഞ്ഞു. ശരിക്കും അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, വീഡിയോ തരുന്നെങ്കിൽ അതായിരിക്കും ഈ വീഡിയോയിലെ ഏറ്റവും ഹൈലൈറ്റ് പാർട്ട്. അപ്പോൾ അവിടെ ഒരു ആനയുടെ സൗണ്ട് കേട്ടു എന്നും പറഞ്ഞ് അവർ ഓടി വന്നതാണ്. അവരെന്നിട്ട് പിന്നെ പാലത്തിൻ്റെ വേറെ സൈഡിൽ കൂടെയാണ് ഇറങ്ങിപ്പോയത്. അവർ ഇടയ്ക്കിടയ്ക്ക് കുളിക്കാൻ വരാറുണ്ടെന്നാണ് പറഞ്ഞത്. ആന ഇറങ്ങുന്ന സ്ഥലമാണെന്ന് നമുക്ക് തെളിവ് കിട്ടി, കാരണം ആനപ്പിണ്ടം ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ ഈറ്റയൊക്കെ വെട്ടിയിട്ടുണ്ടായിരുന്നു. ആന വന്ന് ഏത് വഴി ഓടും എന്നായിരുന്നു നമ്മുടെ ഒരു ആശങ്ക. പിന്നെ ഏറ്റവും വിഷമമായി തോന്നിയത് ഒരുപാട് പേര് അവിടെ പ്ലാസ്റ്റിക്കിൻ്റെ കവർ, ഫുഡൊക്കെ തിന്നിട്ട് പ്ലാസ്റ്റിക് കവറൊക്കെ ഇട്ടിട്ടുണ്ട്. അത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ അത് കഴിച്ച് കഴിയുമ്പോൾ ആ കവറൊക്കെ തിരിച്ചു കൊണ്ടുപോകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഫോട്ടോയും ഒരു റീലും ഒക്കെ എടുത്തു. അപ്പോഴേക്കും മഴ വന്നു, ഭാഗ്യത്തിന് കുടയുണ്ടായിരുന്നു. പിന്നെ പിള്ളേരെയൊക്കെ വാരിക്കൂട്ടി അവിടെ നിന്ന് ഓടി. പിന്നെ തെന്നലുണ്ടായില്ല, വേനൽക്കാലം ആയിരുന്നു തെന്നലൊന്നും ഉണ്ടായില്ല, അല്ലെങ്കിൽ അവിടെ പൊത്തോന്നും പറഞ്ഞ് വീണ് കിടന്നേനെ. ഞങ്ങളെല്ലാവരും നിന്നത് ആ പാലത്തിൻ്റെ അടിയിൽ. ഒരുപാട് പേര് വന്നിട്ടുണ്ടായി, അവരൊക്കെ ആ പാലത്തിൻ്റെ അടിയിൽ തന്നെ നിന്ന്. ഈ 2 പിള്ളേരെ ഇട്ടിട്ട് 2 പേരും കൂടി പോവാണ്. എൻ്റെ മോൻ തന്നെ കണ്ടുപിടിച്ച പുതിയ രീതിയിലുള്ള നീന്തൽ മെത്തേഡാണ്. നമ്മൾ ആ വെള്ളത്തിൽ കുറേ നേരം കളിച്ചു. പിന്നെ ഒരു വലിയ മരം മറിഞ്ഞ് അത് ആ പാലത്തിൻ്റെ പില്ലറിൻ്റെ ഇടയിൽ ഇങ്ങനെ കിടക്കായിരുന്നു. വലിയ മരം കേട്ടോ, അത് ഭയങ്കര വലിയ മഴയിലൊക്കെ ഒഴുകി വന്നതായിരിക്കും ചിലപ്പോൾ. നല്ല രസമുണ്ടായി ആ മരത്തിൽ. അപ്പോൾ ഞങ്ങൾ ആ മരത്തിൻ്റെ മുകളിൽ കയറിയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു.
അച്ഛനും ഋത്തൂട്ടനുമാണ് ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്തതെന്ന് തോന്നുന്നു. അച്ഛനാണ് ആ വെള്ളത്തിൽ പോയി കിടക്കണേ. എനിക്കും കുളിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, എക്സ്ട്രാ ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുള്ള മാറാനുള്ള സ്ഥലമൊന്നും ഇല്ലാത്ത കാരണം ആ ഒരു ആഗ്രഹം ഞാൻ ഉപേക്ഷിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും യാത്ര തിരിച്ചു. തേക്കാട് എത്തിയപ്പോൾ കണ്ട മയിലാണേത്. ഒന്ന് പീലി വിടർത്തു മുത്തേ. പൂയംകുടി നല്ല അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ. വേനൽക്കാലത്തൊക്കെ പോവാൻ പറ്റിയ സ്ഥലമാണ്. നമുക്ക് പിന്നെ അഡീഷണൽ ചിലവുകളൊന്നുമില്ല. നമുക്ക് ഒരു എൻട്രി ഫീയോ അങ്ങനത്തെ ഒന്നുമില്ല. ഫുഡും കൂടി നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് പോവുകയാണെങ്കിൽ ആ ചിലവ് നമുക്ക് ലാഭിക്കാം. പിന്നെ പെട്രോൾ കാശ് മാത്രം നമ്മൾ നോക്കിയാൽ മതി. മാത്രമല്ല നമുക്ക് അവിടെ നിന്നൊരു പ്രത്യേക എനർജി കിട്ടും. പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോവുകയാണെങ്കിലും എന്ത് ഉണ്ടാക്കിക്കൊണ്ട് പോവുകയാണെങ്കിലും വേസ്റ്റ് ഒന്നും അവിടെ ഉപേക്ഷിക്കരുത്. നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ചു, കുളിച്ചു, രണ്ടുപേരെയും കുളിപ്പിച്ചു. അവർ രണ്ടുപേരും നല്ല ഉറക്കമായി. യാത്രയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് ഉറക്കമായി. ഞാനും ഉറങ്ങാൻ പോവാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.